വയനാട് മാനന്തവാടി നഗരത്തിൽ ഭീതി പരത്തി കാട്ടാന. മാനന്തവാടി താലൂക്ക് ഓഫീസ് പരിസരത്തും കോടതിക്കടുത്തും എത്തിയ കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ്. പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സ്കൂളുകൾക്ക് അവധി നൽകി. കടകളും തുറക്കില്ല. റേഡിയോ കോളർ ഘടിപ്പിച്ച ഒറ്റയാൻ പുലർച്ചെയോടെയാണ് പായോട് എത്തിയത്. ദൃശ്യങ്ങളിലേക്ക്. മാനന്തവാടിയിൽ ഇറങ്ങിയത് കർണാടകത്തിൽ നിന്നുള്ള ആനയാണെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജനവാസ മേഖലയിൽ മയക്കുവെടി വെക്കാനാകില്ലെന്നും വനമന്ത്രി പറഞ്ഞു. അവിടെ ജനക്കൂട്ടം മയക്കുവെടി വെച്ച് കാട്ടാനയെ പിടികൂടി കാട്ടിലേക്ക് അയക്കുക എന്നതാണ് ഒരു പോംവഴി. പക്ഷേ മയക്കുവെടി വെക്കണമെങ്കിൽ ജനവാസ മേഖലയിൽ വെച്ച് മയക്കുവെടി വെക്കാൻ സാധ്യമല്ല. അത് അത്യന്തം അപകടമാണ്. അതുകൊണ്ട് തന്നെ മാനന്തവാടി പ്രദേശത്ത് 144 പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സ്കൂളിലേക്ക് പുറപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂളിൽ തന്നെ സുരക്ഷിതമായി നിർത്താനും മറ്റുള്ളവരോട് സ്കൂളിലേക്ക് വരണ്ട എന്നുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമാണ് കാട്ടാന ഇറങ്ങിയതിന് ശേഷം വനം വകുപ്പിലെ ജീവനക്കാരും ജനപ്രതിനിധികളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതായാലും കർണാടക ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആന കർണാടകവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വയനാട് DC കർണാടകത്തിലെ ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം കൂടി അഭ്യർത്ഥിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹാസനിൽ നിന്ന് 2 ആഴ്ച മുൻപ് പിടികൂടിയ ആനയെ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിടുകയായിരുന്നു. ആനയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാം. ആനയെ കാടുകയറ്റാൻ വനംവകുപ്പും പോലീസും ശ്രമം തുടരുകയാണ്. വിവരങ്ങളുമായി ദീപക് മോഹൻ നമുക്കൊപ്പം. ദീപക് മോഹൻ, മന്ത്രി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ വയനാട് കളക്ടർ കർണാടകയുമായി നടത്തിക്കഴിഞ്ഞു. നിലവിൽ ഏത് തരത്തിലാണ് ആനയെ തിരിച്ച് കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നത്? സുജിയ, രാവിലെ 5 മണിയോട് കൂടിയാണ് ഈ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയത്. മാനന്തവാടി നഗരത്തിന് സമീപം പായോടായിരുന്നു ആദ്യം കാട്ടാനയുണ്ടായിരുന്നത്. ഇപ്പോൾ 5 മണിക്കൂറോളം പിന്നിടുകയാണ്. ഇപ്പോഴും ആന ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഇത് മാനന്തവാടി നഗരത്തിനോട് ചേർന്ന് മാനന്തവാടി താഴേങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഇപ്പോൾ കാട്ടാന നിലയുറപ്പിച്ചിരിക്കുന്നത്. വനം വകുപ്പ് ജീവനക്കാർ ഇവിടെ നിന്ന് കാട്ടാനയെ വനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരുന്നെങ്കിലും ഫലം കണ്ടില്ല. പ്രധാനമായും ഈ മാനന്തവാടി നഗരത്തിന്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഘടന അനുസരിച്ച് ആനയെ വനത്തിലേക്ക് തിരികെ കയറ്റാനുള്ള പ്രായോഗികമായ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മയക്കുവെടി സംഘം ഈ മേഖലയിലേക്ക് അടുത്ത് എത്താതിരിക്കുന്നത്. പ്രദേശവാസികളുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെയുണ്ട്. ആനയെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ എത്രയും വേഗം കാട് കയറ്റണം എന്നുള്ള ഒരു വലിയ തോതിലുള്ള പ്രതിഷേധവും ഈ മേഖലയിലുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ആന ഇപ്പോൾ ഉള്ളത് വാഴത്തോട്ടത്തിനോട് സമീപമുള്ള ഒരു തോട്ടത്തിനോട് ചേർന്ന പ്രദേശത്താണ്. നേരത്തെ വനം വകുപ്പ് ഈ മാനന്തവാടി നഗരത്തിൽ ഭീതി വിതച്ച നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള സാധ്യതകൾ പരിശോധിച്ചിരുന്നു. എന്നാൽ മയക്കുവെടി വയ്ക്കാൻ അനുമതിക്കായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. കാരണം നേരത്തെ മന്ത്രി പറഞ്ഞതുപോലെ ഈ ജനവാസ മേഖലയിൽ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അപകട സാധ്യതയുള്ളതുകൊണ്ട് തന്നെ വനം വകുപ്പ് കാട്ടാനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. 2 ആഴ്ച മുൻപ് കർണാടക നാഗർഹോളയിൽ അതായത് ഹാസനിൽ നിന്ന് പിടികൂടി കർണാടക നാഗർഹോള വനത്തിൽ റേഡിയോ കോളർ ഘടിപ്പിച്ച് കാട്ടിലയച്ച ആനയാണ് ഇപ്പോൾ ജനവാസ മേഖലയിൽ ഇറങ്ങിയെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഈ ഹാസനിൽ അവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ആനയെ തണ്ണീർ എന്നാണ് അവിടെയുള്ള ആളുകൾ വിളിച്ചിരുന്നത്. ആ ആന തന്നെയാണ് വീണ്ടും കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് വയനാട് മാനന്തവാടിയിൽ എത്തിയിരിക്കുന്നതെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. ഏതായാലും ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങിക്കഴിഞ്ഞു. എന്നാൽ അനുമതിക്കായുള്ള കാത്തിരിപ്പ് തുടരുകയാണ്. മെഡിക്കൽ ടീം അംഗങ്ങളും ഡോക്ടർ അജേഷ് മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ RRT ടീമുണ്ട്. മാനന്തവാടി പോലീസും ഈ മേഖലയിലുണ്ട്. ഏതായാലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടർ രേണുരാജ് അല്പം മുൻപ് പറഞ്ഞിട്ടുണ്ട്. മാനന്തവാടി ടൗണിൽ കാട്ടാന ഇറങ്ങിയതിനാൽ തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും പരമാവധി ആളുകൾ ടൗണിലേക്ക് വനത്തിന്റെ ഒരു വിസ്തൃതി വെച്ച് നോക്കുമ്പോൾ ആ വനത്തിലേക്ക് തുറന്നുവിട്ട ആന കിലോമീറ്ററുകൾ സഞ്ചരിച്ചാകണമല്ലോ മാനന്തവാടി നഗരത്തിലേക്ക് എത്തുക. എന്നാണ് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയെ നാഗർഹോള വനത്തിലേക്ക് കയറ്റിവിട്ടത്? ദീപക് മോഹനിലേക്ക് വരാം. ഇപ്പോൾ ഷംസാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത്
പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷംസാദ് മരക്കാർ, വന്യമൃഗങ്ങളുടെ ശല്യത്തെക്കുറിച്ച് നമ്മൾ പലവട്ടം ചർച്ചകളിൽ സംസാരിക്കുന്നതാണ്. പക്ഷേ ഇത് കർണാടക വനമേഖലയിലേക്ക് തുറന്നുവിട്ട നാഗർഹോളെ വനത്തിലേക്ക് ഹാസനിൽ നിന്ന് പിടികൂടിയതിനു ശേഷം റേഡിയോ കോളർ ഘടിപ്പിച്ച് കയറ്റിവിട്ട ആന ഇപ്പോൾ മാനന്തവാടി നഗരത്തിലിറങ്ങി ജനങ്ങളുടെ സ്വൈര ജീവിതം തടസ്സപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കൃത്യമായി ഇടപെടലുകൾ വേഗത്തിൽ ഉണ്ടാകുന്നില്ലേ അവിടെ? കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നുണ്ട്. നമുക്ക് ഇത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ്. അപ്പൊ ഒരിക്കൽ ഇതിനെ പിടിച്ചതാണ് എന്നുള്ളത് ഉറപ്പാണ്. കർണാടകയുടെ ഭാഗത്തു നിന്നുള്ളതാണ്. ഇത് എങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ളത് മാത്രമാണ് നമുക്കൊരു കൗതുകമുള്ളത്. കാരണം ഒരു ഫോറസ്റ്റ് പോലും ഇല്ലാത്ത ഇടവക പഞ്ചായത്തിലെ പായോടാണ് ആദ്യം നമ്മൾ ആനയെ കാണുന്നത്. ഇപ്പൊ മാനന്തവാടി ഒരു ചതുപ്പ്, ന്യൂമാൻസ് കോളേജിന്റെ പുറകുവശത്ത് ഒരു ചതുപ്പിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ സർക്കാർ ഉത്തരവിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഉത്തരവ് കിട്ടിയാൽ നമുക്ക് ആനയെ മയക്കുവെടി വെച്ച് ആനയെ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഈ നാഗർഹോളെ വനത്തിൽ നിന്ന് ഈ മാനന്തവാടിയിലേക്ക് എത്തിയ റൂട്ട്, അത് ഞാൻ നേരത്തെ ദീപകിനോട് അത് ചോദിക്കുകയായിരുന്നു. കിലോമീറ്ററുകൾ സഞ്ചരിച്ചിട്ടുണ്ടാകണം ഈ ആന. റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിൽ തുറന്നു വിട്ടതിന് ശേഷം കൃത്യമായി ഇവിടേക്ക് എങ്ങനെ എത്തി എന്നത്, ആ സഞ്ചാരപാത എങ്ങനെയായിരുന്നു, വേറെ എവിടെയെങ്കിലും ഒക്കെ ആന ഇറങ്ങിയിരുന്നു, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ? വയനാട്ടിൽ ആദ്യമായി കാണുന്നത് ഈ ഭാഗത്താണോ? ഫസ്റ്റ് കാണുന്നത് ഇടവക പഞ്ചായത്തിലെ പായോട് പ്രദേശത്താണ്. പായോടേക്ക് ഇത് എത്തിച്ചേരണമെങ്കിൽ എന്തായാലും കുറച്ച് ദൂരം, അതായത് തിരുനെല്ലി ഭാഗത്തു നിന്നോ കുട്ട ഭാഗത്തു നിന്നോ വന്നെങ്കിലാണെങ്കിൽ കുറച്ച് ദൂരം സഞ്ചരിച്ചതുണ്ട്. പക്ഷെ അതെങ്ങനെ ഇവിടെ വരെ എത്തി എന്നുള്ളതാണ് നമുക്ക് അറിയാത്തത്. അത് നമുക്ക് ഫോറസ്റ്റുകാരുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്കും ഒരു കൺഫ്യൂഷൻസ് ഉണ്ട് ഇതിനകത്ത്. ഇതിപ്പോൾ കർണാടക വനംവകുപ്പാണ് സ്ഥിരീകരിക്കേണ്ടത്. ഹാസനിൽ നിന്ന് അവർ പിടികൂടിയ ആനയാണ് എന്നത് തൽക്കാലം അതൊരു നിഗമനം മാത്രമായി നിൽക്കുകയല്ലേ? റേഡിയോ കോളർ ഘടിപ്പിച്ച ആന ആയതുകൊണ്ട്. അതോ കൃത്യമായി ഹാസനിൽ നിന്ന് പിടികൂടി നാഗർഹോളയിൽ തുറന്നുവിട്ട ആനയാണെന്ന് സ്ഥിരീകരിച്ചോ ശ്രീ ഷംസാദ്? നമ്മളുടെ സർവൈലൻസിലുള്ള ആനയല്ല. കർണാടക വനംവകുപ്പുമായി ജില്ലാ കളക്ടർ സംസാരിക്കുമെന്നാണ് വനമന്ത്രി പറഞ്ഞത്. എന്താണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ്? നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ്, അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് കൂടെ എടുക്കുകയാണ്. DFOമാരും റേഞ്ച് ഓഫീസർമാരും എല്ലാവരും ചേർത്തുകൊണ്ട് ഇതിന്റെ ഈ പ്രോസസ്സ് എങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, അവരുമായിട്ട് എങ്ങനെ കോൺടാക്ട് ചെയ്യണം, നമുക്ക് ആനയെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ്, മയക്കുവെടി വെക്കുന്ന ഒരു പൊസിഷൻ ഉണ്ട് നമുക്ക്. കാരണം മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനയെ തിരിച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോകണം. അപ്പൊ അതിനുള്ള ഒരു സ്ഥലം ഉള്ള സ്ഥലത്താവണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. അതൊന്ന് ഫൈനൽ ഡിസ്കഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഒരു ആക്ഷനിലേക്ക് പോകും. ഓക്കെ, ആന ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന ഇടത്തു നിന്ന് ആളുകളെയൊക്കെ മാറ്റിയല്ലോ അല്ലേ? നമ്മൾ മാറ്റി 144 ആണ്. കുറച്ച് ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നവിടെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാ കാര്യവും നിലവിൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, യോഗം നടക്കട്ടെ, അതിനുശേഷം അതിന്റെ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കണം. ശ്രീ ഷംസാദ് മരക്കാർ, വീണ്ടും എത്താം താങ്കളിലേക്ക്. ഓക്കെ, ദീപക് മോഹനിലേക്ക് വീണ്ടും. ദീപക് മോഹൻ, ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് കൂടിയാലോചനകൾ നടക്കുന്നു അവിടെ. ഈ ആന എങ്ങനെ ഈ പ്രദേശത്തേക്ക് എത്തി, ഏത് വഴിയിലൂടെയാണ് ഇത് സഞ്ചരിച്ചത്? വയനാട്ടിൽ ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് ഈ മേഖലയിലാണ്. പക്ഷേ നാഗർഹോളെ വനത്തിൽ തുറന്നുവിട്ട ആനയാണെങ്കിൽ വരുന്ന വഴിയിൽ മറ്റിടങ്ങളിലൊക്കെ ഈ ആനയുടെ ഒരു സഞ്ചാരപാത അത് ആരെങ്കിലുമൊക്കെ കാണുന്ന രീതിയിൽ ഉണ്ടാകുമല്ലോ. അപ്പോൾ ആന എവിടെ നിന്ന് വന്നു എന്നതിലൊരു വ്യക്തതയായോ ദീപക്? പ്രധാനമായും മാനന്തവാടിയിലെത്തിയത് ഈ കർണാടകയിൽ നിന്ന് കർണാടക നാഗർഹോള വനത്തിൽ വിട്ട ആനയാണെന്നാണ് വനംവകുപ്പിന്റെ നിഗമനം. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് മാനന്തവാടിയിലെ ഈ ജനവാസ മേഖലയിൽ ആനയെ പ്രദേശവാസികൾ കണ്ടത്. ഈ റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണെന്നത് പിന്നീട് വനംവകുപ്പ് സ്ഥിരീകരിച്ചു. ഈ റേഡിയോ കോളർ കർണാടകയിലെ ഹാസനിലുള്ള സഹാറ എസ്റ്റേറ്റിൽ നിന്നാണ് ഈ കഴിഞ്ഞ ജനുവരി 16 ഈ ആനയെ പിടികൂടിയത്. ഈ ആനയെ പിടികൂടിയ സമയത്ത് റേഡിയോ കോളർ ഘടിപ്പിച്ച സമയത്താണ് ആനയ്ക്ക് തണ്ണീർ എന്നൊരു പേര് കർണാടക വനംവകുപ്പ് നൽകിയത്. നിരീക്ഷണം